എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ബിഗിനറിന് ഒരു ഐഫോൺ എങ്ങനെ മേടിക്കണം, മേടിച്ചു കഴിഞ്ഞാലുള്ള അതിനുള്ള ടിപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ആദ്യമേ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു ഐഫോൺ മേടിക്കുമ്പോൾ മാക്സിമം ലേറ്റസ്റ്റ് വേർഷൻ മേടിക്കാൻ നമ്മൾ ശ്രമിക്കുക. കുറേ നാളത്തേക്ക് നമ്മൾ യൂസ് ചെയ്യണം എന്ന് ഓർത്തിട്ടായിരിക്കും മേടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വില കുറവാണെന്ന് ഓർത്തിട്ട് നിങ്ങൾ പഴയ ഫോൺ മേടിക്കുന്നവരും എൻ്റെ യൂസേജ് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. ഇപ്പോൾ 5G ഒക്കെ വന്ന സ്ഥിതിക്ക് ഏകദേശം ഒരു 5G ഒക്കെ ഉള്ള ഫോൺ മേടിക്കാൻ നോക്കുക. ഇപ്പോൾ 14 ലേറ്റസ്റ്റ് കറണ്ട് ഇത് കഴിഞ്ഞാൽ. അപ്പോൾ സെപ്റ്റംബർ ആകുമ്പോൾ അടുത്ത് 15 വരും. അപ്പോൾ മാക്സിമം 13 14 തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മിക്കവാറും ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ രണ്ടും ഒരുമിച്ചായിരിക്കും ഡിസ്കണ്ടിന്യൂ ചെയ്യാം. അത് കാരണം നിങ്ങൾ അതൊന്ന് നോക്കുക. പിന്നെ ലേറ്റസ്റ്റ് വേർഷൻ മേടിക്കാൻ നോക്കുക. രണ്ടാമത്തെ കാര്യം, മാക്സിമം എന്ന് വെച്ചാൽ ലോവർ വേരിയൻറ്റ് മേടിക്കാതെ അതിൻ്റെ അപ്പുറമായിട്ടുള്ളൊരു മെമ്മറി വേരിയൻറ്റ് മേടിക്കാൻ ശ്രമിക്കുക. കാരണം ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇതിലേക്ക് സേവ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ ഒരു സ്ഥലം കിട്ടാനില്ല, ഫ്രീ ആയിട്ട് കിട്ടാനില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് മെമ്മറിയൊക്കെ ഫുള്ളാവുകയും ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ മൂവ്മെൻറ്റ് ചെയ്യാനും വേറെ എങ്ങോട്ടെങ്കിലും ലാപ്ടോപ്പിലേക്കൊക്കെ മൂവ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സ്ഥിതിക്ക് നമുക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വലിയ വിഷയം ഉണ്ടാവില്ല. അല്ലാതെ നോർമലൊക്കെ ആയിട്ട് വിൻഡോസൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് മൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം മേടിക്കുമ്പോൾ ഇച്ചിരി മാക്സിമം മെമ്മറി ഉള്ളത്, അല്ലെങ്കിൽ രണ്ടാമത്തെ വേരിയൻറ്റ് ഇപ്പോൾ 128 ഒക്കെ ആണെങ്കിൽ 256 ഒക്കെ മേടിക്കാൻ ശ്രമിക്കുക. ഇത് രണ്ടാണ് ഫസ്റ്റ് തന്നെ ഫോൺ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഫോട്ടോസ് ആപ്പ് എന്ന് പറഞ്ഞ ഇതുണ്ട് നമ്മുടെ ഇതിൽ പലതരത്തിലുള്ള ഫോട്ടോസ് കിടക്കുന്നുണ്ടാവും. ഇതെല്ലാ ഫോട്ടോസിനെയും സിമ്പിളായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒറ്റയടിക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇന്ന് താഴത്ത് നിന്ന് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ചെയ്യും. ഹോൾഡ് ചെയ്ത് ചെയ്യുമ്പോൾ ഓരോ ഫോട്ടോസായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതാണ്. ഇതിങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ഇങ്ങനെ ഇത് ചെയ്യാം. ഇത് ഏറ്റവും ഫുള്ളായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ മുകളിൽ ടോപ്പിലൊന്നും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വരാൻ ഒറ്റയടിക്ക് ഇത് സെലക്ട് ആയിക്കോളും. ഇതെല്ലാ ഫോട്ടോസും സെലക്ട് ചെയ്ത് ഞാൻ എവിടേക്ക് മൂവ് ചെയ്യണോ അല്ലെങ്കിൽ അടുത്ത ഫോട്ടോയിലേക്ക് മാറ്റണോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഫസ്റ്റത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു ആൽബമൊക്കെ തുറന്നിട്ട് ഈ ആൽബത്തിൻ്റെ ലാസ്റ്റ് വരാൻ പോകണമെന്നുണ്ടെങ്കിൽ ഈ ആൽബത്തിൽ താഴത്തുനിന്ന് പ്രസ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഈ ആൽബത്തിൻ്റെ ഏറ്റവും ലാസ്റ്റിലേക്ക് വരും. ഇതുപോലെ തന്നെയാണ് ഫോട്ടോസിൻ്റെ മുകളിലേക്ക് പോകണമെങ്കിൽ മുകളിൽ ടാപ്പ് ചെയ്ത് ചെയ്യും. ഇത് രണ്ടുമാണ് മുകളിലേക്കും താഴത്തേക്കും പോകാൻ എളുപ്പമുള്ള മാർഗ്ഗങ്ങൾ. പിന്നെ നമ്മളെ ഫോട്ടോസ് ആപ്ലിക്കേഷനിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫോട്ടോസിൻ്റെ സൈസ് കൂട്ടണം കുറയ്ക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മളിങ്ങനെ സൂം ചെയ്ത് വെച്ചാൽ ചെറുതാവുകയും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വലുതാവുകയും ചെയ്യും. ഇതിപ്പോൾ കൂടുതൽ ഫോട്ടോസ് ഉള്ള ഇതിൽ ചെന്ന് കഴിഞ്ഞാൽ ഒറ്റടിക്ക് നോക്കി കഴിഞ്ഞാൽ ഇത്രയും ചെറുതായി അങ്ങനെ മാറുകയും ചെയ്യാം. ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ക്യാമറ ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ക്യാമറ എന്ന് കാണാം. ഇതിൽ ഫസ്റ്റ് കാണുന്ന ഫോർമാറ്റാണ്. ഈ ഫോർമാറ്റ് നോക്കി കഴിഞ്ഞാൽ ഒന്ന് ഹൈ എഫിഷ്യൻസിയും രണ്ടാമത് കാണിക്കുക മോസ്റ്റ് കോമ്പാറ്റബിൾ എന്ന് പറഞ്ഞുള്ള രണ്ട് ഓപ്ഷനാണ്. ഹൈ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോണിൻ്റെ ഒരു ഫോർമാറ്റാണ്. HIF VC ഫോർമാറ്റ് എന്ന് പറഞ്ഞ ഫോർമാറ്റിലും മോസ്റ്റ് കോമ്പാറ്റബിൾ എന്ന് പറഞ്ഞാൽ JPG ഫോർമാറ്റിലുമാണ് ഇത് വരുന്നത്. ഇതിൽ നമ്മുടെ മെമ്മറി സേവ് ചെയ്യണമെങ്കിൽ ഹൈ എഫിഷ്യൻസിയിലും അല്ല നമുക്കൊരു നല്ല ഡെപ്തും നല്ല സൈസൊക്കെ ഉള്ള ഫോട്ടോ ഇടണമെങ്കിൽ മോസ്റ്റ് കോമ്പാറ്റബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചാൽ മതി. പ്രൈവസി സെറ്റിങ്സ്, നമ്മുടെ ഐഫോണിൽ വളരെയധികം പ്രൈവസി സെറ്റിങ്സ് കോൺഷ്യസ് ആയിട്ടുള്ളൊരു ഫോണാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഇപ്പോൾ ഏതെങ്കിലും യൂസ് ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷൻ ഏതൊക്കെയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യിക്കണമെന്ന് അറിയാം. ഞാനിപ്പോൾ ക്യാമറ ആപ്ലിക്കേഷൻ തുറന്നു. അപ്പോൾ ഇതിൽ തുറന്നു കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലൊരു ഗ്രീൻ ലൈറ്റ് കാണിക്കും. ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കാണിക്കുമ്പോൾ ക്യാമറ ആപ്ലിക്കേഷനാണ്, അതിൽ എന്തൊക്കെ പ്രൈവസിയാണെന്ന് യൂസ് ചെയ്യാം. ക്യാമറ റീസെൻ്റ്ലി മൈക്രോഫോൺ റീസെൻ്റ്ലി യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കാണിക്കും. ഇനിയിപ്പോൾ ഏതെങ്കിലും ലൊക്കേഷനൊക്കെ പിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലൊക്കേഷനും കാണിക്കുക. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ തുറന്ന് ഇപ്പോൾ ലൊക്കേഷൻ സർവീസ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണാം റീസെൻ്റായിട്ട് ക്യാമറ ലൊക്കേഷൻ ഇത് ഏതാണെന്നുള്ളത് നമ്മുടെ പ്രൈവസി നോട്ടിഫിക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പോയിട്ട് കൺട്രോൾ സെൻറ്റർ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഐക്കൺസ് കൊടുക്കണം. ഈ എല്ലാ ഐക്കൺസിലും ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ഓഫ് ചെയ്യും. അല്ലാതെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വൈഫൈ നിങ്ങൾക്ക് എനേബിൾ ചെയ്യണമെങ്കിൽ ഇത് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇത് കൂടാതെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഇത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിയുമ്പോൾ ഇതിൽ കാണിക്കും ഇപ്പോൾ ഏത് വൈഫൈ ഒക്കെ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ലിസ്റ്റ് കാണിക്കും.
ഇപ്പോൾ ഈ ഒരു വൈഫൈയുടെ ലിങ്കാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഏത് അങ്ങനെ ബ്ലൂടൂത്ത് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ബ്ലൂടൂത്തിൽ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലിസ്റ്റിലുള്ള ബ്ലൂടൂത്തിൻ്റെ ലിസ്റ്റ് ഫുള്ള് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ബ്ലൂടൂത്താണെന്ന് ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാം. വേറെ ബ്ലൂടൂത്തിൻ്റെ അകത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സൈസ് എന്ന് വെച്ചാൽ അതിൽ ഉപയോഗിക്കുന്ന ലെറ്ററുകളുടെ സൈസ് നോക്കാൻ വേണ്ടിയിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഈ ആൽഫബറ്റിൽ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഹോം സ്ക്രീൻ ഓൺലി, അടുത്ത് കാണിക്കുന്ന ഓൾ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷനാണ് കാണിക്കുന്നത്. ഇതിൽ ഹോം സ്ക്രീൻ ഓൺലി ഇപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹോം സ്ക്രീനിൻ്റെ ആപ്ലിക്കേഷൻ ഇതാക്കും. ഓൾ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ സൈസിൻ്റെ സൈസ് വ്യത്യാസപ്പെടുത്തും. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ്റെ ഇപ്പം സൈസ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സഫാരിയിൽ ഈ ഫോണ്ട് വലുതാക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ നിന്ന് സ്വൈപ്പ് ചെയ്തിട്ട് ഈ ലെറ്ററിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിയുമ്പോൾ സഫാരി ഉള്ളി എന്ന് പറഞ്ഞ ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്തോ ഒരു സൈസ് കൂട്ടണമെന്ന് വെച്ചാൽ കൂട്ടി കൊടുത്തേ നോക്കി. ഇതിലിവിടെ കാണാം ഈ ഫോണ്ട് കൂടിയേക്കണം താഴത്തായിട്ട്. ഈ സാധനം ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാൽക്കുലേഷനൊക്കെ ചെയ്യണം. ഇപ്പോൾ ഈ ആപ്ലിക്കേഷനിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാൽക്കുലേഷനൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്ററൊക്കെ പെട്ടെന്ന് തുറക്കും. ഇതൊന്നും ചെയ്യണ്ട. ഇപ്പോൾ സെർച്ച് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാൽക്കുലേഷനൊക്കെ ചെയ്യണമെങ്കിൽ ഏതോ വേണ്ടതെന്ന് വെച്ചാൽ ആ കാൽക്കുലേഷൻ എടുത്ത് കൊടുത്ത് ഡയറക്റ്റ് ഇവിടെ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് കാൽക്കുലേഷൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാൽക്കുലേഷനൊക്കെ സെർച്ച് ബാറിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇതിന് പ്രത്യേകിച്ചൊരു കാൽക്കുലേറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കുറേ ആപ്ലിക്കേഷനൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് ആപ്ലിക്കേഷൻ നമുക്ക് ഹൈഡ് ചെയ്ത് തരണം. അങ്ങനെ കഴിഞ്ഞാൽ എനിക്ക് ഈ കാണുന്ന പേജിൽ എല്ലാ ആപ്ലിക്കേഷനും ഹൈഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷനൊക്കെ ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനൊക്കെ എല്ലാ ഒരു പേജിലേക്ക് മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ താഴത്ത് ഈ കാണിക്കുന്ന ഡോട്ടുകളുണ്ട് ആപ്ലിക്കേഷന്. ഇതിൽ ഹോൾഡ് ചെയ്ത് ഒരു പ്രാവശ്യം ഹോൾഡ് ചെയ്യുമ്പോൾ എഡിറ്റ് മോഡിലേക്ക് വരും. വീണ്ടും ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റായിട്ടുള്ള പേജസ് വരും. ഇപ്പം നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണ് ഇപ്പോൾ എല്ലാം ഒരു പേജിലേക്ക് മൂവ് ചെയ്തിട്ട് അത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജ് ഇതായിട്ടുണ്ടോ ഓക്കെ കാലിയായിട്ടുണ്ട്. അവിടെ നിങ്ങൾക്കത് തിരിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എഡിറ്റ് മോഡിലാണ് ഈ പേജ് തന്നെ കാലിയായിട്ടുണ്ട്. ഇവിടുന്ന് ഞാൻ ആ പേജ് തിരിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ സെയിം പ്രോസസ്സ് തന്നെ ചെയ്തേച്ചാൽ സെലക്ട് ചെയ്യുക, വീണ്ടും വരിക, ആ പേജ് തിരിച്ചുണ്ടാവും. നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനൊക്കെ വേണ്ടാന്ന് വെച്ചാൽ ഒരു പേജിലേക്ക് മൂവ് ചെയ്തിട്ട് ആ ആപ്ലിക്കേഷൻ പേജ് ഹൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഈ കിടക്കുന്ന ആപ്ലിക്കേഷൻ എല്ലാം ഇപ്പോൾ അടുത്തൊരു പേജിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇതിങ്ങനെ ഹോൾഡ് ചെയ്യുക. എല്ലാ ആപ്ലിക്കേഷനും ഈ താഴത്ത് കിടക്കുന്ന 3 ആപ്ലിക്കേഷനാണ് എനിക്ക് അടുത്ത പേജിലേക്ക് മാറ്റേണ്ടത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുക, ഇപ്പുറത്തെ പേജിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇപ്പുറത്തെ പേജിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് കൈ കിട്ടിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതായി പൊക്കോളും. ഇത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണ്ട. ഇതുപോലെ തന്നെ എനിക്ക് ഈ പേജിലേക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് സിമ്പിളായിട്ട്. അടുത്ത നമ്മുടെ നോട്ട് ആപ്ലിക്കേഷനിലുള്ള ചെറിയൊരു ടിപ്പാണ്. നമ്മുടെ നോട്ട് ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും ഒരു ലെറ്ററോ അല്ലെങ്കിൽ കുറച്ച് വേർഡൊക്കെ നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കേസറൊക്കെ ഇരിക്കണതിൻ്റെ അവിടെ നിന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ലാസ്റ്റ് എവിടെയാണ് കേസർ ഇരിക്കുന്നത് ആ ഒരു എത്ര ഏരിയയും സെലക്ട് ആവുകയും ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോൾ അത് ഫുള്ള് ലെറ്റർ ഓളായിട്ട് സെലക്ട് ആവുകയും ചെയ്യുന്നു. വീഡിയോ ഒരു ബിഗിനർ എന്ന രീതിക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെങ്കിൽ ടേക്ക് കെയർ, ബൈ.